ഓസ്ട്രേലിയക്കെതിരെ പിങ്ക് ബോൾ ടെസ്റ്റിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യ നേരിട്ടത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ എന്നിവരുടെ മടങ്ങിവരവും ടെസ്റ്റിൽ ഇന്ത്യക്ക് കാര്യമായി ഗുണം ചെയ്യുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ക്ലിക്കായ ജയ്സ്വാൾ, രാഹുൽ കൂട്ടുകെട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയായിരുന്നു. ആദ്യ ടെസ്റ്റിൽ അവർ വിജയിച്ചതുകൊണ്ട് രണ്ടാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ 6ാം നമ്പറിലേക്ക് ബാറ്റ് ചെയ്യേണ്ടി വരികയായിരുന്നു. പക്ഷെ തുടർകാലത്തും തന്റെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് തിരികെ പോകാനുള്ള അദ്ദേഹത്തിന്റെ നീക്ക് ക്ലിക്കായില്ല. റണ്ണെടുക്കാൻ പാടുപെട്ട രോഹിത് 23 പന്തിൽ 3 റൺസ് മാത്രമെടുത്താണ് പുറത്തായത്. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് അതിന് പിന്നാലെ ഉയരുന്നത്. ടെസ്റ്റിൽ നിന്നും രോഹിത് വിരമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ത്യക്ക് വേണ്ടി റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ വളരെ മോശം ഫോമിലൂടെയാണ് രോഹിത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡുമായി അവസാനം കളിച്ച 3 ടെസ്റ്റിലും രോഹിത് വളരെ മികച്ച രീതിയിൽ പരാജയപ്പെട്ടു. പിങ്ക് ബോൾ ടെസ്റ്റിൽ രോഹിത് ഇറങ്ങിയത് ഇന്ത്യക്ക് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കി. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ആവാത്ത തക്കം അദ്ദേഹം വിയർക്കുകയാണ് കണ്ടത്. അതേസമയം അത് ഇന്ത്യക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് 180 റൺസ് ആയിരുന്നു. അതിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം പരാജയപ്പെട്ടത് ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ടാക്കി. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് അശ്വിനും നിതീഷ് റെഡ്ഡിയുമാണ് ഇന്ത്യയെ 150 കടത്തിയതെന്ന് പറയാം. സ്കോർ 200 മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ തകർപ്പൻ സ്പെല്ലിൽ ഇന്ത്യ പുറത്തായത്. സ്റ്റാർക്ക് 6 വിക്കറ്റും കൊമിൻസും ബോളണ്ടും 2 വിക്കറ്റ് വീതമാണ് സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗിൽ സമ്മർദ്ദമുയർത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല. 94 റൺസ് ബാക്കി നിർത്തി ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ അതിശക്തമായ നിലയിലാണ്. 86-1 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ഉള്ളത്. ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റ് ആദ്യം നേടിയെങ്കിലും മാക്സ്വീനിയും ലബുഷീനും ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യക്കത് പ്രധാനമായും വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാകില്ല. 4 ദിവസം അവശേഷിക്കുമ്പോൾ ഓസ്ട്രേലിയ എത്രയും പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കാനാക്കും ഇന്ത്യൻ ശ്രമിക്കുന്നത്. ബുംറയും സിറാജും ഹർഷിത് റാണയും മാറി മാറി പന്തെറിഞ്ഞ് ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലാക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അതിനിടയിലാണ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഫോം ഇന്ത്യക്ക് തലവേദനയാകുന്നത്. ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച് കോഹ്ലി ഫോം കണ്ടെത്തിയെങ്കിലും രോഹിത്തിന്റെ ആദ്യ ഇന്നിംഗ്സിലെ പുറത്താകൽ വിവാദമായിരിക്കുകയാണ്.